നമസ്കാരം. യു പിയിൽ ഒരു ഇസ്ലാം മത പണ്ഡിതനെ വകവരുത്തിയിരിക്കുന്നു. മൗലാന ഫാറൂഖ് കാസിമി എന്നു പേരുള്ള ഒരു മതപണ്ഡിതൻ അദ്ദേഹത്തെ തലക്കടിച്ച് വകവരുത്തിയിരിക്കുന്നു. രക്തം വാർന്ന് മണിക്കൂറുകളോളം അദ്ദേഹം റോട്ടിൽ കിടന്നു. രക്തം വാർന്നാണ് അദ്ദേഹത്തിന്റെ മരണമുണ്ടായത്. ആരും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത അവഗണന നേരിടുകയാണ് ഈ മരിച്ച ഫാറൂഖ് കാസിമിയുടെ കുടുംബം. കൊലയാളികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇവരാണ് കൊലയാളികൾ, അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, കൊലപാതകമാണെന്ന് പറഞ്ഞു. പക്ഷെ കൊലയാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. അറസ്റ്റോ മറ്റു നടപടികളോ ഉണ്ടായിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. പോലീസിന് തന്നെ ഒരു കാര്യം ഉറപ്പുണ്ട്, ഇത് കൊലപാതകമാണ്. തലയിൽ നിന്നും രക്തം വാർന്നാണ് മരണമുണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ പോലീസിനും സംശയമില്ല. എന്നാൽ പിന്നെ പോലീസ് പോസ്റ്റ്മോർട്ടം നടത്താനെങ്കിലും തയ്യാറാകണ്ടേ? അതുപോലും അവിടെ നടക്കുന്നില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഘപരിവാരങ്ങൾ രണ്ടും കൽപ്പിച്ചാണ്. കാരണം യു പിയിൽ അവർക്ക് ഇത്തവണ കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റമാണ് നടത്തിയത്. തീർച്ചയായും ഏത് രീതിയിൽ പ്രതികാരം ചെയ്യണം, ആരെയൊക്കെ ആക്രമിക്കണം, ആരോടൊക്കെ പക വീട്ടണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയിലാണ് സംഘപരിവാരങ്ങൾ. ഓരോ ദിവസവും അവർ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കയറി മുസ്ലിം വേഷം ധരിച്ച് ഭക്തരെ അധിക്ഷേപിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഒരു മുസ്ലിം വേഷം ധരിച്ച് ഭക്തരെ അധിക്ഷേപിക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ സ്വാഭാവികമായും വിശ്വാസികൾ ഇളകും. വിശ്വാസികളെ ഇളക്കി മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം അവിടെ നടന്നു. അത് പരാജയപ്പെട്ടു. അതിനുശേഷം അയോധ്യ ക്ഷേത്രം വരെ കത്തിക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചു. ശ്രീരാമനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുവരെ സംഘപരിവാരങ്ങൾ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നുണ്ട്. സാക്ഷാൽ നരേന്ദ്രമോദി ജയ് ശ്രീരാം എന്ന് വിളിച്ചു തുടങ്ങിയിരുന്ന പല പ്രസംഗങ്ങളും ഇപ്പോൾ ജയ് ജഗന്നാഥ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നരേന്ദ്രമോദിയാണ് ഇവിടെ രാമപ്രതിഷ്ഠ നടത്തിയത്. നരേന്ദ്രമോദിയാണ് ഈ അമ്പലത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചത്. ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തേണ്ട സന്യാസിമാരെയൊക്കെ മാറ്റി നിർത്തി ആ ചടങ്ങുകളൊക്കെ നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ്. എന്നാൽ നരേന്ദ്രമോദി ശ്രീരാമനെ കൈവിട്ടിരിക്കുന്നു. ശ്രീരാമൻ സംഘപരിവാരങ്ങളെ കൈവിട്ടു. നിങ്ങളുടെ കളിക്കുള്ളതല്ല ഞാനെന്ന് ശ്രീരാമൻ കൃത്യമായി സംഘപരിവാരങ്ങളെ ബോധിപ്പിച്ചു കൊടുത്തു. ഇവിടെ അയോധ്യയിലെ രാമക്ഷേത്രം നിൽക്കുന്ന മണ്ഡലം പോലും BJPക്ക് പിടിക്കാനായില്ല. ഒരു ദളിതനാണ് അവിടെ വിജയിച്ചത്. സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാൻ കഴിയാത്തതാണ്, സഹിക്കാൻ കഴിയാത്തതാണ്. എന്തായാലും ഒരു കലാപം ഇളക്കി വിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അതവർ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യ ശ്രമം അവർ വിജയിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഒരു മതപണ്ഡിതനെ കൊലപ്പെടുത്തി. ഫാറൂഖ് കാസിമി എന്ന് പറയുന്ന ഈ ഒരു മതപണ്ഡിതനെ കൊലപ്പെടുത്തിയാൽ അതിനു പിന്നാലെ മുസ്ലിം മതവിഭാഗങ്ങൾ ഇളകിയെത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ സംഭവിച്ചാൽ ഒരു ഗുജറാത്ത് ആവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഒരു ഗുജറാത്ത് ആവർത്തിക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ അമ്പലത്തിനകത്ത് മുസ്ലിം വേഷം ധരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അമ്പലത്തിനെതിരെ ശ്രീരാമനെതിരെ പല വിദ്വേഷ പ്രചരണങ്ങളും നടത്തുന്നു. ഇതൊക്കെ നടത്തി നോക്കി. ഇതുകൊണ്ടൊന്നും കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഒരു മതപണ്ഡിതനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സംഘപരിവാരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ട്. എന്തോ സ്വത്തുവകകൾ വിറ്റതിന്റെ ഭാഗമായി ഇദ്ദേഹം ആരോടോ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ കൊലപാതകം എന്നാണ് സംഘപരിവാരങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് എതിരായി പ്രവർത്തിച്ചു എന്നതാണ് ഈ മനുഷ്യൻ ചെയ്ത ഒരു തെറ്റ്. തീർച്ചയായും ഇദ്ദേഹം മാത്രമല്ല, യു പിയിൽ ഇത്തരത്തിൽ നിരവധി ആളുകൾ BJPക്ക് എതിരെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ വഴിയൊരുങ്ങിയത്. തീർച്ചയായും അതിന്റെ ഭാഗമായി, അത്തരത്തിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ചിലരെയൊക്കെ നോട്ടപ്പുള്ളികളാക്കി വെച്ച് അതിന്റെ തലപ്പത്തുള്ള ആളുകളെയൊക്കെ സംഘപരിവാരങ്ങൾ വകവരുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. 1-2 ആളുകളെ വകവരുത്തി കഴിയുമ്പോഴേക്ക് ഒരു വലിയ കലാപം സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ് അവരുടെ വിശ്വാസം. അത്തരത്തിൽ ഒരു കലാപം ഉണ്ടായാൽ അത് പിടിച്ചു നിർത്താൻ അത്ര എളുപ്പം കഴിയില്ല. ഇവിടെ ഇപ്പോൾ സംഘപരിവാരങ്ങൾക്ക് അല്ലെങ്കിൽ BJPക്ക് ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ക്ഷീണം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, വീണ്ടും ശക്തമായി അവർക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ഒരു കലാപം അനിവാര്യമാണ്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത്തരത്തിൽ ഇവിടെ മൗലാന ഫാറൂഖ് കാസിമിയെ പോലുള്ള ആളുകൾ, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞില്ല, അദ്ദേഹം BJP സ്ഥാനാർത്ഥിക്ക് എതിരായി പ്രവർത്തിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്, ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി നിന്നു എന്നതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. BJPയുടെ നോട്ടപ്പുള്ളിയാകാനുണ്ടായ സാഹചര്യം അത്തരത്തിലാണ് ഉണ്ടായത്. എന്നാൽ ഇതുപോലുള്ള നിരവധി ആളുകളുടെ പരിശ്രമത്തിന്റെ ഫലമായാണ് അവിടെ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്നത്. ഇന്ന് പ്രതിപക്ഷത്തിരിക്കാൻ കോൺഗ്രസിന് അവസരം കിട്ടിയത് ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായാണ്. അതുപോലെ തന്നെ ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകാൻ
തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രയത്നം ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കലാപം ഉണ്ടാകാതെ ഇവിടെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ നടത്താൻ കോൺഗ്രസ് തയ്യാറാകണം. കോൺഗ്രസ് ഇന്ന് പ്രതിപക്ഷ പാർട്ടിയാണ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. തീർച്ചയായും UP-യിൽ ശക്തമായ രീതിയിൽ തിരിച്ചു വന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ഇടപെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കഴിയും. കൃത്യസമയത്ത് ഇടപെടാൻ കഴിയാതെ പോയാൽ കോൺഗ്രസിന് വീണ്ടും വലിയ പരാജയം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയും അത്തരത്തിലുള്ള പരാജയങ്ങളിൽ വീഴാതെ നോക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, ഇന്ത്യ സഖ്യത്തിനുണ്ട്. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും അതുപോലെ തന്നെ കലാപ ശ്രമങ്ങളും അത് അടിച്ചമർത്തേണ്ടതുണ്ട്, കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരോടും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരോടുമൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്.